Okay, my last Duchess, part 3. But to myself the turned, since none puts by the curtain I have drawn for you but I. And then turned to Duke, and only the Duke, since only he pulls back the curtain that reveals the painting. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് ഡ്യൂക്ക് മാത്രമാണ് ഈ പിക്ചറിനെ മറച്ചു വെച്ചിട്ടുള്ള curtain drapes മാറ്റാറുള്ളത്. But to myself the turned, we again turn to the Duke. Since none puts by the curtain I have drawn for you but I, and only the Duke, since only he pulls back the curtain that reveals the painting. പെയിൻറ്റിങ്ങിനെ കാണുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെയിൻറ്റിങ് മറച്ചു വെച്ചിട്ടുള്ള ആ കേർട്ടൻ ഡ്രേപ്സ് അത് റിവീൽ ചെയ്യുന്നത് ഡ്യൂക്ക് മാത്രമാണ് എന്നാണ് പറയുന്നത്. And seemed as they would ask me if the durst, how such a glance came there. And seemed they would ask me. So the people would ask me if they dared. The people would ask me if they durst. ചില ആളുകൾ എന്നോട് ചോദിക്കാൻ ധൈര്യം ഉണ്ടാവുകയാണെങ്കിൽ അവരെന്നോട് ചോദിക്കുമായിരുന്നു എന്ത്, how such a glance came there, so not the first. Are you to turn and ask this? How such a glance came there? How an expression like that came into her face? How an expression like that came into her face? ഡച്ചസിന്റെ മുഖത്ത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു സന്തോഷഭാവം വന്നത് എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. So not the first are you to turn and ask this. You are not the first one ask to me such a question. നിങ്ങൾ മാത്രമല്ല എന്നോട് അത്തരത്തിലൊരു ചോദ്യം ചോദിച്ച വ്യക്തി എന്ന് പറയുന്നു. The Duke reiterates that the guest isn't the first person to ask this question. ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചത് ആദ്യത്തെ വ്യക്തി ഗസ്റ്റ് മാത്രമല്ല, പലരും അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് എന്ന്. Sir, it was not your husband's presence only called that spot of joy into the Duchess' cheek, perhaps. But Duke മറുപടി കൊടുക്കാൻ, Duke replies, Sir, it was not your husband's presence only. അവളുടെ ഭർത്താവിൻ്റെ സാന്നിധ്യം മാത്രമല്ല called that spot of joy into the Duchess' cheek. ഡച്ചസിന്റെ കവിളിൽ അല്ലെങ്കിൽ മുഖത്തിൽ ഇത്തരം ഒരു സന്തോഷം കൊണ്ടുവരുന്നത് അവളുടെ ഭർത്താവിൻ്റെ സാന്നിധ്യം മാത്രമല്ല എന്ന് ഡ്യൂക്ക് പറയുകയാണ്. The Duke continues by saying that it wasn't only his presence that brought that look into the painted eyes of the Duchess or blush of happiness into her painted cheek. So it was not his presence only which brought into her cheek that kind of joy. അപ്പോൾ ഡച്ചസിന്റെ മുഖത്ത് ഇത്തരത്തിലുള്ള സന്തോഷം കൊണ്ടുവരുന്നത് ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം മാത്രമല്ല എന്ന് ഇദ്ദേഹം പറയുന്നു. പെർഹാപ്സ്, ഒരു പക്ഷേ. പിന്നെ എന്തൊക്കെയാണെന്ന് നോക്കാം. Fra Pantolf chanced to say, her mantle lapes over my lady's wrist too much, or paint must never hope to reproduce the faint half flesh that dies along her throat. So Fra Pantolf chanced to say, ഒരു പക്ഷേ ഫ്രാ പാൻറ്റോൾഫ് അവളോട് പറഞ്ഞിട്ടുണ്ടാവണം. എന്തു പറഞ്ഞിട്ടുണ്ടാവണം? ഹെർ മാൻറ്റിൽ ലേബ്സ്. മാൻറ്റിൽ ലേബ്സ് മീൻസ്, ഹിയർ ഇറ്റ് denotes her mantle lapes means what we can say, her cloths. Her cloths lapes or her shawl drapes, her mantle lapes over my lady's wrist too much. അപ്പോൾ ഇവൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം, ആ വസ്ത്രത്തിൽ ഒരു പക്ഷെ ചുരിദാറൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ഷാൾ ഇങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ റെസ്റ്റ്, നമ്മൾ വാച്ച് കെട്ടുന്ന റെസ്റ്റ് വാച്ച് ഉണ്ടല്ലോ, നമ്മൾ വാച്ച് കെട്ടുന്ന ഭാഗം,
അതിലൂടെ ഷാൾ ഇങ്ങനെ തൂക്കിയിടുക, കൈ ഇങ്ങനെ പിടിച്ചിട്ട് മടക്കി പിടിച്ചിട്ട്. അപ്പോൾ അത് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ഭംഗിയുള്ള ഒരു പോസ്ചറാണത്, വസ്ത്രമൊക്കെ ധരിച്ചിട്ട്. ഒരു മോഡലിങ്ങിനൊക്കെ നിൽക്കുമ്പോഴും നമ്മളിങ്ങനെ ചുരിദാറൊക്കെ ധരിച്ച് കൈയിൻ്റെ മുകളിലൂടെ ഷാളൊക്കെ ഇങ്ങനെ ഇട്ട് നിൽക്കുന്നത്. Or paint must never hope to reproduce the faint half of flesh that dies along her throat. അതല്ലെങ്കിൽ ഒരു പക്ഷേ ഫ്രാ പാൻറ്റോൾഫ് എന്ന് പറയുന്ന ആ പെയിന്റർ, ഫ്രാ ഡിനോട്ട്സ് എ റിലീജിയസ് പേഴ്സൺ, അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടാവണം the faint half of flesh that dies along her throat. It is impossible to recreate the faint half of flesh that dies along her throat. അവളുടെ ത്രോട്ടിലുള്ള ആ ഒരു ചുവന്ന നിറത്തിലുള്ള ആ ഒരു ഭംഗിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ത്രോട്ടിലും മുഖത്തും കവിളിലൊക്കെ ഉണ്ടാവുന്ന ചുവപ്പ് നിറം, or it's a part of shyness, അതല്ലെങ്കിൽ ലജ്ജ വരുമ്പോൾ സ്ത്രീകളിൽ ഉണ്ടാകുന്ന, നാണം വരുമ്പോൾ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ചുവപ്പ്, അതും നമുക്കൊരു പക്ഷേ ചിത്രത്തിൽ അത്രത്തോളം കൊണ്ടുവരാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവളെ പുകഴ്ത്തുന്നത് പോലെയാണ്, അത്രത്തോളം ഭംഗിയുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ആ ഒരു കാരണമൊക്കെ കൂടി ഇവളുടെ മുഖത്തുള്ള സന്തോഷത്തിന് കാരണമായേക്കാം എന്നാണ് പറയുന്നത്. He suggests that perhaps Fra Pantolf had happened to compliment her by saying her shawl drapes over her wrist too much, or paint could never recreate the faint half blush that is fading on her throat. ഒരു പക്ഷേ ഫ്രാ പാൻറ്റോൾഫ് അവൾക്ക് കോംപ്ലിമെന്റ് കൊടുത്തിട്ടുണ്ടാവണം. ഹെർ ഷാൾ ഡ്രേപ്സ് ഓവർ ഹെർ റിസ്റ്റ് ടു മച്ച്. ഷാളിൻ്റെ ഡ്രേപ്സ്, ഷാള് കയ്യിലൂടെ ഇങ്ങനെ കിടക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട്. ഓർ പെയിന്റ് കുഡ് നെവർ റീക്രിയേറ്റ് ദ ഫെയിന്റ് ഹാഫ് ബ്ലഷ് ദാറ്റ് ഈസ് ഫെയ്ഡിങ് ഓൺ ഹർ ത്രോട്ട്. പെയിന്റിലൂടെ അവളുടെ കവിളിലുള്ള മങ്ങിയ രീതിയിലുള്ള ആ ചുവപ്പ് നിറം കൂടുതലായിട്ട് വരയ്ക്കാൻ കഴിയില്ല. ഇതൊക്കെ പറയുമ്പോൾ അവർക്കൊരു കോംപ്ലിമെന്റ് കിട്ടുകയാണ്. ആ ഒരു സന്തോഷവും അവളുടെ മുഖത്തുണ്ട്, അല്ലാതെ എൻ്റെ സാന്നിധ്യം മാത്രമല്ല അവളെ സന്തോഷിപ്പിക്കുന്നത് എന്ന് ഡ്യൂക്ക് ഈ വിസിറ്ററോട് പറയുകയാണ്. Such stuff was a courtesy, she thought, and cause enough for calling up that spot of joy. Such stuff was a courtesy. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവൾക്ക് കിട്ടുന്നൊരു അംഗീകാരമായിട്ട് ഇവൾ കരുതുകയാണ്. She thought, and cause enough for calling up that spot of joy. ആ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ഇവളെ വളരെയധികം സന്തോഷവതിയാക്കാൻ എന്നുള്ളതാണ്. The Duke insists that the former Duchess thought that polite comments like those were reason enough to blush. അപ്പോൾ ഡ്യൂക്ക് പറയുന്നത് his former Duchess herself thought these polite comments were enough for her to become a happy woman, or reason enough to her blush or flush. അപ്പോൾ ഇത്തരത്തിൽ സന്തോഷവതിയാകാൻ ഇത്തരം കൊമൻസ് മതി എന്നുള്ളതാണ് ഡ്യൂക്ക് ഇവിടെ സൂചിപ്പിക്കുന്നത്. The Duke insists that the former Duchess thought that these polite comments like these or like those were reason enough to blush. ഇത്തരത്തിലുള്ള പൊളൈറ്റ് ആയിട്ടുള്ള ചില വാക്കുകൾ മതി ഇവളെ സന്തോഷിപ്പിക്കാൻ എന്നുള്ളതാണ്. She had a heart, how shall I say, too soon made glad. ഇവളുടെ മനസ്സ് എന്ന് പറയുന്നത് എങ്ങനെ ഞാൻ പറയും, ഇവളുടെ ഹൃദയം എങ്ങനെ ഞാൻ പറയും, how shall I say, too soon made glad. പെട്ടെന്ന് ഇവള് സന്തോഷവതിയാകും. Too easily impressed. ആരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് ഇംപ്രസ്ഡ് ആകും. She liked whatever she looked on. ഇവൾ കാണുന്നതൊക്കെ ഇവൾ ഇഷ്ടപ്പെടുന്നു. And her looks went everywhere. മാത്രമല്ല എല്ലായിടത്തും ഇവളുടെ നോട്ടം എത്തുകയും ചെയ്യുന്നു. Sir, this was all alone. ഇതൊക്കെയാണ് ഇവളെ സംബന്ധിച്ചിടത്തോളം. And criticizes her in a halting way. അപ്പോൾ ഡ്യൂക്ക് ഇവളെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. ഫോർ ബീങ് ടു ഈസിലി മെയ്ഡ് ഹാപ്പി ഓർ ഇംപ്രസ്ഡ്. എന്ത് കണ്ടാലും ഹാപ്പി ആകുന്ന അല്ലെങ്കിൽ ഇംപ്രസ്ഡ് ആകുന്ന ഒരു കാര്യത്തിൽ ഡ്യൂക്ക് ഇവളെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. he also claims that, അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, she liked everything and everyone she saw. ഇവൾ കാണുന്നവരൊക്കെ കാണുന്നത് എന്തും ഇഷ്ടപ്പെടുകയാണ്.
although his description suggests that she was ogling everyone who crossed her path. അവളുടെ വഴിയിലൂടെ കൊട്ടാരത്തിന്റെ അടുത്തൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെ കാണുകയാണെങ്കിലും അവരോട് നോക്കി ചിരിക്കുക, ഇങ്ങനെയൊക്കെയാണ്. His description suggests that she was ogling everyone who crossed her path. She was seeing everyone or watching everyone, looking at everyone. That is the correct expression. Looking at everyone who crossed her path. വഴിയിലൂടെ പോകുന്നവരെ നോക്കുക. The Duke objects that to his former Duchess everything was the same and made her equally happy. അപ്പോൾ ഡ്യൂക്കിന്റെ ഈ ഫോമർ ഡച്ചസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എവറിത്തിങ് വാസ് ദ സെയിം ആൻഡ് മേഡ് ഹർ ഈക്വലി ഹാപ്പി. ഇവളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരുപോലെയായിരുന്നു, എല്ലാം ഒരുപോലെ അവൾക്ക് സന്തോഷമുളവാക്കുന്നു. നോട്ട് മിയർ ഹിസ് പ്രസൻസ്, അദ്ദേഹത്തിന്റെ സാന്നിധ്യം മാത്രമല്ല ബാക്കിയുള്ള കാര്യത്തിലൊക്കെ അവൾ സന്തോഷവതിയാകുന്നു എന്നുള്ളൊരു കുറ്റാരോപണമാണ്.